എപ്പിസോഡ് തുടക്കത്തിൽ കാസൽ ഗൗൺ കിഗ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കാണിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു സിറ്റി. ആളുകളൊക്കെ അവരവരുടെ ജോലിയിൽ വളരെയധികം ബിസിയാണ്. ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്ന് വന്ന ആസ്തയ്ക്ക് യൂനോക്കും അത് വളരെയധികം വിചിത്രമായിട്ട് തോന്നുന്നു. അവിടെ ഒരു ഷോപ്പിൽ ആസ്ത വളരെയധികം കോസ്റ്റ്ലി ആയിട്ടുള്ള ആർമേഴ്സും മറ്റു സാധനങ്ങളും കാണുന്നു. ഈ സ്ഥലം നമ്മുടെ ഗ്രാമത്തിൽ നിന്നും ഒരുപാട് ദൂരെയാണല്ലേ എന്ന് ചോദിക്കുകയാണ് യൂനോ. അപ്പോഴാണ് അവിടെയുള്ള കൊട്ടാരം ആസ്ത കാണുന്നത്. നമ്മുടെ വിസാർഡ് കിങ് അവിടെയല്ലേ ഇരിക്കുന്നേ. നമ്മൾ പോവേണ്ട സ്ഥലം കുറച്ചുകൂടി ദൂരെയാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഒരു ദിവസം ആ കൊട്ടാരം എന്റേതായിരിക്കും എന്ന് പറയാണ് ആസ്ത. ഇത് കേട്ട് ഇല്ല, അത് എന്റേതായിരിക്കും എന്ന് യൂനോയും പറയുന്നു. അത് നമുക്ക് നോക്കാടാ, എല്ലാം വഴിയെ വഴിയെ മനസ്സിലാവും. അപ്പോഴാണ് കരയുന്ന ഒരു കുട്ടിയെ കൊണ്ട് ഒരു ലേഡി അവരുടെ ഫ്രണ്ടിലൂടെ പോകുന്നത്. ഇത് കണ്ട് ആസ്തയ്ക്ക് അവരുടെ ചർച്ച ഓർമ്മ വരുന്നു. ഞാനില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ബോറടിക്കുന്നുണ്ടാവുമല്ലേ. ഓ പിന്നെ ആശ്വാസമായിരിക്കും എന്ന് പറഞ്ഞ് യൂനോ അവിടെ നിന്നും പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് നമ്മളെ നാഷിനെയാണ്. ഹോ, ഇപ്പൊ എന്ത് സമാധാനം ഉണ്ടെന്ന് നോക്കിയേ. അല്ലെങ്കിൽ എപ്പോഴും ഒച്ച വെച്ച് ശല്യം ചെയ്തുകൊണ്ടിരിക്കും. ഹേയ്, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അവർ നമ്മളെ ആലോചിച്ച് ഒരുപാടധികം ടെൻഷൻ ആവുന്നുണ്ടാവും. എനിക്ക് അവരെ ഒരുപാടധികം മിസ് ചെയ്യുന്നുണ്ട്. എന്തായാലും എക്സാം അവർ നന്നായിട്ട് ചെയ്താൽ മതിയായിരുന്നു എന്ന് സിസ്റ്റർ ലില്ലി പറയുന്നത് കേട്ട് എനിക്കും അതുപോലെയാ എന്നറിയാതെ പറയാണ് നാഷ്. സോ എത്രയൊക്കെ കുറ്റം പറഞ്ഞാലും ഇവർ അവരെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് എന്തോ ഒരു ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് വരുന്ന ആസ്തേനെയാണ്. അവർ രണ്ടുപേരും എക്സാം നടക്കുന്ന സ്ഥലം എവിടെയാണെന്ന് നോക്കിക്കൊണ്ടു പോവാണ്. അല്ല, നീ എന്തേ കഴിക്കുന്നേ? ഓ ഇതാണ് ഗ്രിൽഡ് വയലറ്റ് സ്നേക്ക്. അധികം വിലയൊന്നുമില്ല, അതുകൊണ്ട് മേടിച്ചതാ. നിനക്ക് വേണോ? എനിക്കൊന്നും വേണ്ട. ഓ, നമ്മൾ ഇത്രയും ദൂരം വന്നതല്ലേ, അപ്പൊ നമ്മുടെ എനർജിയൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്യണ്ടേ, അതുകൊണ്ട് മേടിച്ചതാ. എന്തെങ്കിലും ആവട്ടെ, ഇങ്ങോട്ട് വാ. അങ്ങനെ അവർ എക്സാം നടക്കുന്ന സ്ഥലത്തോട്ട് വരുന്നു. അവിടെ ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ നിൽക്കുന്നുണ്ട്. ഹേയ്, നിങ്ങളെല്ലാവരും എക്സാം എഴുതാൻ വന്നതല്ലേ? നിങ്ങളിൽ എത്ര പേർ വലിയ ആളുകളാവാൻ പോകുന്നതെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് എന്ന് നാട്ടുകാരൊക്കെ വിളിച്ച് പറയുന്നു. ഓ, അതൊക്കെ നമുക്ക് സെറ്റാക്കാം, നമ്മൾ ഫുൾ പവർ അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ടാറ്റ് കൊടുക്കുവാണ് ആസ്ത. പിന്നീട് നമ്മൾ കാണുന്നത് എക്സാമിൽ പങ്കെടുക്കാൻ വന്ന എല്ലാവർക്കും അവരുടെ നമ്പർ കൊടുക്കുന്നതാണ്. എന്റെ പേര് യൂനോ, ഹാജിൽ നിന്നും വന്നിരിക്കുന്നു. ഓ, യൂനോ ഫ്രം ഹാജ. ശരി, നിങ്ങളുടെ ഗ്രിമോർ കാണിക്കുക. സോ യൂനോയുടെ ഗ്രിമോർ കണ്ട് എല്ലാവരും ഞെട്ടുന്നു. എന്ത്, 4 ലീവ്സ് ക്ലോവറോ? ഇത് കേട്ട് മറ്റുള്ളവരെല്ലാവരും അതിനെപ്പറ്റി സംസാരിക്കുന്നു. ശരി സാർ, നിങ്ങളുടെ നമ്പർ 164. അങ്ങനെ അവർ അടുത്ത ആളെ വിളിക്കുന്നു. എന്റെ പേര് ആസ്ത, ഞാൻ അവന്റെ നാട്ടിൽ നിന്ന് തന്നെയാ വരുന്നേ. ഇതാ എന്റെ ഗ്രിമോർ. ഓ, നിങ്ങൾ ഇങ്ങോട്ട് വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ ഇത് ഗ്രിമോര് തന്നെയാണോ എന്ന് പറഞ്ഞ അയാൾ അതിൽ സൂക്ഷിച്ചോണ്ട് നോക്കുവാണ്. ഏയ്, നിങ്ങൾ എന്തേ പറയുന്നേ? ഇത് ഗ്രിമോര് തന്നെയാ, സൂക്ഷിച്ചു നോക്കിയതാ, കണ്ടില്ലേ? ശരി, കുറച്ച് പിന്നിലോട്ട് പോ. നിങ്ങളുടെ നമ്പർ 165 എന്ന് പറഞ്ഞ അവനും ടോക്കൺ കൊടുക്കുന്നു. ടോക്കൺ കിട്ടി വളരെയധികം സന്തോഷത്തോടെ ഓടുവാണ് ആസ്ത. ഇത് കണ്ടൊരുത്തൻ ഏതോ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് വന്നോ ഇത്ര അധികം ഓവറായിട്ട് സന്തോഷിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് അയാൾ ചിന്തിക്കുന്നു. ഇതേ സമയം എക്സാമിൽ പങ്കെടുക്കാൻ വന്ന എല്ലാവരുടെ അടുത്തോട്ട് ഒരുപാട് പക്ഷികൾ പറന്നു വരുന്നു. ഹേയ്, ഈ ആന്റി ബേർഡ്സ് എന്താ ഈ ചെയ്യുന്നേ? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം ഹാളിൽ ഇങ്ങനത്തെ ബേർഡ്സ് ഒരുപാട് കൂടുതലായിരിക്കും. ഒരുപാട് മാന്ത്രിക ശക്തിയുള്ള ആളുകളുടെ അടുത്തോട്ട് ഈ ബേർഡ്സ് പെട്ടെന്ന് അട്രാക്ട് ആവും. ഓ, അങ്ങനെയാണോ? പക്ഷെ നിങ്ങൾ അവനെ നോക്കിയേ, അവന്റെ അടുത്ത് ഒരു ബേർഡ് പോലും ഇല്ല. അതെ, ശരിയാണല്ലോ. ഇവൻ ഏത് നാട്ടുകാരനാ? ഓ, നിനക്കത് അറിയില്ലേ? എന്താ ഹോജ് എന്നാണോ പറഞ്ഞേ? ഈ 4 ലീവ്സ് ക്ലോവർ ഗ്രിൻവർ ഇവനക്ക് എങ്ങനെയാ കിട്ടിയേ എന്ന് യൂനോനെ നോക്കിക്കൊണ്ട് അവിടെയുള്ള ആളുകൾ ചർച്ച ചെയ്യുന്നു. അപ്പോഴാണ് അങ്ങോട്ട് ആസ്ത വരുന്നത്. അവന്റെ തലയ്ക്ക് ചുറ്റും ഒരുപാടധികം ബേർഡ്സ് പറന്നുകൊണ്ടേയിരിക്കുവാണ്. തീർച്ചയായിട്ടും ഞാനാ ഇവിടെ വിസാർഡ് കിങ് ആവാൻ വേണ്ടി പോകുന്നതാ. ഇവിടെ വെച്ചാ എല്ലാം ആരംഭിക്കുന്നതാ. എന്താ യൂനോ, ശരിയല്ലേ എന്ന് ചോദിക്കാണ് ആസ്ത. ഇതിനു വേണ്ടിട്ടാ കഴിഞ്ഞ 6 മാസമായിട്ട് ഞാൻ ട്രെയിനിങ് എടുത്തോണ്ടിരിക്കുന്നേ. എന്നെ കൊണ്ട് എന്താ പറ്റുമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതേ സമയം അവന് ചുറ്റുമുണ്ടായിരുന്ന ബേർഡ്സ് എല്ലാം അവനെ കൊത്താൻ വേണ്ടി തുടങ്ങുന്നു. ഹേയ്, നിങ്ങൾ എന്താ ചെയ്യുന്നേ എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ് ആസ്ത. ഇതേ സമയമാണ് അവിടെ ഉണ്ടായിരുന്ന ഒരാളെ അവൻ പോയി ഇടിക്കുന്നത്. അതെല്ലാം കണ്ട് ആ ബേർഡ്സ് അവിടെ നിന്നും പറന്നു പോകുന്നു. അയാളെ കണ്ട് ആസ്ത ഞെട്ടിത്തരിച്ചു നിൽക്കുന്നു. നോക്കുന്ന സമയത്ത് ഒരുപാട് മസിൽസ് ഒക്കെയുള്ള ഹൾക്കിനെ പോലെയുള്ള ഒരാൾ. നിനക്കിപ്പോ മരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് അയാൾ അവനോട് ചോദിക്കുന്നു. അയാളുടെ രൂപം കണ്ട് ആസ്ത പേടിച്ചു പോകുന്നു. ഇല്ല, എപ്പോഴും ഒരാളുടെ രൂപം കണ്ട് അയാളെ വിലയിരുത്താൻ പാടില്ല. ചിലപ്പോ ഇയാൾ നല്ലൊരു മനസ്സിനുടമയായിരിക്കും. നമ്മൾ ഒരേ പ്രായക്കാരാണെങ്കിലും നിങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ട് നിങ്ങളുടെ ബോഡി നല്ല രീതിയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് അയാളുടെ തോളിൽ തട്ടി പറയുവാണ് ആസ്ത. സോ ഇത് കണ്ട് ടെൻഷനായ അയാൾ ആസ്തയെ പിടിച്ചു പൊക്കുന്നു. ഹേയ്, നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നേ എന്ന് ചോദിച്ച് കുറച്ച് ആളുകൾ അങ്ങോട്ട് വരുവാണ്. അപ്പോഴാണ് അവിടെ നിന്നിരുന്ന കുറച്ചു പേർക്ക് ആസ്തയെ പിടിച്ചിരിക്കുന്നത് ഫെൻറിയലി ആണെന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. സോ അവരുടെ കയ്യിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മാജിക് ഉണ്ട്. ഹേയ്, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ഇത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. ഒരു സ്ക്വാഡ് ക്യാപ്റ്റൻ ഒരു എക്സാമിനിയെ കൊല്ലാൻ പാടില്ല. എന്ത്, സ്ക്വാഡ് ക്യാപ്റ്റനോ? അങ്ങനെയാണെങ്കിൽ ഇവർ ടെൻ ഹെമിസുക്കി ഹീറോ ആണോ? ഗോഡ് ഓഫ് ഡിസ്ട്രാക്ഷൻ? എന്ത്, യാമിയോ? ബ്ലാക്ക് ബുള്ളിന്റെ ക്യാപ്റ്റൻ? ഇവരൊക്കെ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഹണ്ടേഴ്സ് ആണ്. ഇതുവരെ ഇവരുടെ ടീമിലുള്ള ഒരാളെ പോലും ആരും തോൽപ്പിച്ചിട്ടില്ല. സോ ബ്ലാക്ക് ബുൾ എന്ന് പറയുന്നത് മാജിക് നൈറ്റിലെ ഒരു സ്ക്വാഡ് ആണ്. അതിന്റെ ലീഡർ ആണ് ഇയാൾ.
എന്ന മാജിക് നൈറ്റിന്റെ എക്സാം എഴുതാൻ വന്ന ഒരാളാണെന്ന് വിചാരിച്ചിട്ടാണ് ആസ്ത അയാളോട് സംസാരിക്കുന്നത്. അയാളിപ്പോ ആസ്തയുടെ തല നെക്കി പൊട്ടിക്കുന്നുള്ള സിറ്റുവേഷൻ വരുന്ന സമയത്ത് ആസ്ത തന്റെ മുഴുവൻ സ്ട്രെങ്ത് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇത് കണ്ട് യാമി ഒന്ന് ഞെട്ടുന്നു. പെട്ടെന്നാണ് എക്സാം തുടങ്ങാൻ പോവാന്നുള്ള സിഗ്നൽ അവിടെ കിട്ടുന്നത്. ഭാഗ്യം കൊണ്ടാ നീ രക്ഷപ്പെട്ടെ എന്ന് പറഞ്ഞ് യാമി അവനെ വെറുതെ വിടുന്നു. ഇനിയെങ്ങാനും നീ എന്റെ മുമ്പിലോട്ട് വന്നാ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും. ഹേയ്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അവരാണ് ബ്ലാക്ക് ബുള്ളിന്റെ ക്യാപ്റ്റൻ. അവരുടെ മുമ്പിൽ തന്നെ പോയി പെട്ടല്ലോ നീ. ബൈ ദ വൈ, എന്റെ പേര് സെക്കെ ബ്രൗൺ സാസ. നിന്നെ പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം. എനിക്കും. എന്റെ പേര് ആസ്ത. ഇതേ സമയമാണ് എക്സാം നടത്താൻ വേണ്ടി എല്ലാ മാജിക് നൈറ്റ്സും അങ്ങോട്ട് വരുന്നത്. ഇവരാണ് നോസൽ സെൽവ. ഇവർ സിൽവർ ഈഗിൾസിന്റെ ക്യാപ്റ്റൻ. ഇവരാണ് ഫെഗോലിയ വെർമില്യൻ. ക്രിംസൺ ലൈൻസിന്റെ ക്യാപ്റ്റൻ ആണ് ഇവർ. ഇവരുടെ പേരിന്റെ അർത്ഥം എന്താണെന്നറിയോ? തീയിൽ കൊരുത്തവൻ. ഇത് ജാക്ക് ദ റിപ്പർ, ഗ്രീൻ പ്രൈങ് മാൻഡിസസിന്റെ ക്യാപ്റ്റൻ ജാക്കിനെ പോലെയുള്ളവരാണ് ഭൂമിയെ പറ്റിയുള്ള മാജിക്സ് എല്ലാം തന്നെ ചെയ്യുന്നത്. പിന്നെ ഇവിടെ കാണുന്നതാണ് ചാർലറ്റ് റോസ്ലി, ബ്ലൂ റോസ് നൈറ്റിന്റെ ക്യാപ്റ്റൻ. അവരെ നോക്ക്, എന്ത് സുന്ദരിയാലേ. സിസ്റ്റർ ലില്ലിയുടെ അത്ര ഒന്നുമില്ല. ഇവരാണ് ഗ്രിലേവ് പോയ്സാത്ത്, പർപ്പിൾ ആർക്കോസോയുടെ ക്യാപ്റ്റൻ. ഈ വരുന്നത് ഡൊറോത്തി അൺസ്വാത്ത്, കോറൽ പിക്കാസോയുടെ ക്യാപ്റ്റൻ. ഓ, ഇവരെന്താ ഉറങ്ങുവാണോ? അതെ, ഉറങ്ങുന്നതല്ലാതെ അവർക്ക് വേറെ ഒന്നും അറിയില്ല. പിന്നെങ്ങനെയാ ഇവർ ഇത്രയും വലിയ ക്യാപ്റ്റനായി മാറിയേ? അവരുടെ കയ്യിൽ വിശ്വസിക്കാൻ പറ്റാത്ത അത്രയും മാജിക് പവർ ഉണ്ട്. അത് കാരണമാണ് അവരെ ക്യാപ്റ്റനാക്കി വെച്ചിരിക്കുന്നത്. ഇത് റിൽബോ മോട്ടിയൻ, അക്വാ ഡീവറിന്റെ ക്യാപ്റ്റൻ. ഓ, കണ്ടിട്ട് വളരെ യങ്ങാണെന്ന് തോന്നുന്നു. അതെ, 19 വയസ്സിൽ ക്യാപ്റ്റനായി മാറിയ ഒരാളാണ്. എന്ത് 19 വയസ്സോ? എന്നെക്കാൾ വെറും 4 വയസ്സേ കൂടത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു വിസാർഡ് കിങ് ആയി മാറിയിരിക്കും. എന്ത് വിസാർഡ് കിങ്ങോ? നിന്റെ ആഗ്രഹം വളരെ വലുതാണല്ലോ. എന്നാ അടുത്തത് വരാൻ പോകുന്നത് ആരാണെന്ന് നീ ഒന്ന് നോക്ക്. ഇവരാണ് മാജിക് നൈറ്റിന്റെ ഇപ്പോഴത്തെ ഫ്രണ്ടിൽ നിൽക്കുന്ന സ്ക്വാഡ്. ഗോൾഡൻ ഡാനിന്റെ ക്യാപ്റ്റനാണ് ഇവർ. ഇവരാണ് മൾട്ടിയസ് മാജിക് നൈറ്റ് സ്ക്വാഡ്. വില്യം വാൻജൻസ്. സ്ക്വാഡ് മെമ്പേഴ്സ് എല്ലാവരും ഇവരെയാണ് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത്. കുറച്ചു നാൾ മുമ്പ് നടന്ന ബാറ്റിലെ എനിമി ജെൻഡറിന്റെ തല ഇവരാണ് പിഴുതെറിഞ്ഞത്. ഓഹോ, ഗോൾഡൻ ഡാൻ ടീമിലിരിക്കാൻ എനിക്ക് ഒരുപാട് അധികം ആഗ്രഹമുണ്ട്. അതുപോലെ സിൽവർ ഈഗിൾസും അടിപൊളി തന്നെയാണ്. ഇതേ സമയം ബ്ലാക്ക് ബുൾ ക്യാപ്റ്റൻ യാമിയും അങ്ങോട്ട് വരുന്നു. എല്ലാ ക്യാപ്റ്റൻസും ഇവിടെ ഇപ്പോ ഒത്തുകൂടി കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം 100 മാച്ചേഴ്സിനെ വെച്ച് കമ്പൈൻ ചെയ്ത് നോക്കുവാണെങ്കിൽ അവരെക്കാൾ വളരെയധികം പവർഫുൾ ആയിരിക്കും ഇവര്. ഇവരുടെ എല്ലാവരുടെയും മുകളിൽ വളരെയധികം സ്ട്രോങ് ആയിട്ടിരിക്കുന്നത് ഇവിടെയുള്ള കിങ് ആണ്. ഇതേ സമയം വിസാർഡ് കിങ് എവിടെയാണെന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആസ്ത. ഓഹോ, സാധാരണ ഈ എക്സാമിന് അവർ വരുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? എല്ലാ മാജിക് നൈറ്റ് ക്യാപ്റ്റൻസും ഒരേ സമയത്ത് ഒരു സ്ഥലത്ത് ഉണ്ടാവുന്നത് തന്നെ വലിയ കാര്യമാണ്. അതാദ്യം നീ മനസ്സിലാക്ക്. ഇതേ സമയം ഗോൾഡൻ ഡാനിന്റെ ക്യാപ്റ്റൻ വില്യം എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. ഇപ്രാവശ്യത്തെ മാജിക് നൈറ്റ് എക്സാം ഞാനാണ് മുമ്പിൽ നിന്നും നടത്താൻ പോകുന്നത് എന്ന് പറഞ്ഞ് അവർ അവരുടെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് ആകാശത്ത് ഒരുപാട് കാർമേഘങ്ങളെ കൊണ്ടുവരുന്നു. അതിനകത്തു നിന്നും മരങ്ങളുടെ വേര് പോലെയുള്ള ഒരു സാധനം പുറത്തോട്ട് വന്ന് എല്ലാവരുടെ കയ്യിലും ഒരു ബ്രൂം കൊടുക്കുന്നു. ശരി, ആദ്യത്തെ ടെസ്റ്റ് നമ്മൾ ആരംഭിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ ഇരിക്കുന്ന 9 സ്ക്വാഡ് ലീഡേഴ്സ് ആണ് ജഡ്ജസ് ആയിട്ട് ഇരിക്കാൻ പോകുന്നത്. ഏതെങ്കിലും ഒരു സ്ക്വാഡിലെ ലീഡർ നിങ്ങളെ തെരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് അവരുടെ സ്ക്വാഡിൽ നിൽക്കാം. ഇനി ഒന്നിൽ കൂടുതൽ ലീഡേഴ്സ് നിങ്ങളെ തെരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ ഏത് സ്ക്വാഡിൽ ഇരിക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇനി എന്തെങ്കിലും കാരണവശാൽ ഒരു സ്ക്വാഡും നിങ്ങളെ തെരഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ മാജിക് നൈറ്റ് ആവാനുള്ള യോഗ്യത നിങ്ങൾക്കില്ലെന്നർത്ഥം. ശരി, ആദ്യത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ബ്രൂം വെച്ച് നിങ്ങൾ പറക്കണം. നിങ്ങളെ മാജിക് പവർ യൂസ് ചെയ്ത് ഇത് ചെയ്യുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളെ കൊണ്ട് പറക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ശരി, ആരംഭിക്കാം. സോ അവിടെയുള്ള പലർക്കും അവരുടെ ബ്രൂം വെച്ച് പറക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും അതിൽ ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല. എന്നാൽ നമ്മുടെ യൂനോ ആണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് അതിന്റെ മണ്ടേ കയറി നിൽക്കുന്നു. ആരുടെ അവൻ എന്ന് പറഞ്ഞ് എല്ലാവരും അവനെ നോക്കുന്നു. എന്നാൽ ഇതേ സമയം നമ്മുടെ ആസ്തയാണെങ്കിൽ അത് വെച്ച് ഒന്ന് അനങ്ങാൻ പോലും സാധിക്കാതെ അവരവിടെ നിൽക്കുന്നു. ഇത് കണ്ട് എല്ലാ ലീഡേഴ്സ് അവനെ തന്നെ നോക്കി നിൽക്കുന്നു. അവന്റെ കയ്യിൽ വലിയ പവർ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. തുടക്കത്തിൽ തന്നെ ഇങ്ങനെയാണെങ്കിൽ ഇവൻ ഇനി എങ്ങനെ മുന്നോട്ട് പോകും? ഇതേ സമയം ശരി, ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞ സിൽവർ ഈഗിളിന്റെ ക്യാപ്റ്റൻ സിൽവ അവിടെ നിന്നും പോകുന്നു. ഡേ, നീ എന്തേ ചെയ്യുന്നേ? ഉള്ളതിലും വെച്ച് വളരെ ഈസി ആയിട്ടുള്ള കാര്യമേ ഇതാണ്. നീ ഒന്ന് റിലാക്സ് ചെയ്തിട്ടൊന്ന് ചെയ്ത് നോക്കിയേ, ചിലപ്പോ സാധിക്കും. ഇത് കണ്ടോ ഞാൻ എത്ര സിമ്പിൾ ആയിട്ട് ഇത് ചെയ്യുന്നതെന്ന് നോക്കിയേ എന്ന് പറയുവാണ് സെക്കെ. ഓ, നീ ശരിക്കും ഒരു നല്ലവനാ എന്ന് പറഞ്ഞ് വളരെ റിലാക്സ് ആയിട്ട് നിൽക്കുവാണ് ആസ്ത. ഇല്ല, എന്നെ കൊണ്ട് പറ്റുന്നില്ല. പിന്നീട് നമ്മൾ കാണുന്നത് ഒരു ലേഡിയാണ്. ഹേയ്, നീ എന്താ ഇവിടെ ചെയ്യുന്നേ? അത് പിന്നെ എന്റെ കൂടെ കളിക്കണമെന്ന് നീ വിചാരിക്കരുത്. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇത്ര ആളുകളുടെ ഇടയിലോട്ട് വരരുത്, നിന്റെ ഇഷ്ടം പോലെ ചെയ്യരുതെന്ന്. അത് പിന്നെ മതി, നിർത്തിക്കോ. നീ എങ്ങോട്ടാ പോകുന്നതെന്ന് ഇതിനോടകം തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു. ഇതുപോലത്തെ മണ്ടത്തരങ്ങളൊക്കെ ഇപ്പൊ തന്നെ നിർത്തിക്കോ. നിന്റെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്യാനാണെങ്കിൽ നിനക്കിവിടെ ഇരിക്കാൻ പോലും പറ്റില്ല, അത് മനസ്സിൽ വെച്ചോ. പിന്നീട് നമ്മൾ കാണുന്നത് അവർക്ക് വേണ്ടി പലതരത്തിലുള്ള മാജിക് ടെസ്റ്റ് അവിടെ നടത്തുന്നതാണ്. അതിലൊന്നിലും ആസ്തയെ കൊണ്ടൊന്ന് പെർഫോം ചെയ്യാൻ പോലും സാധിച്ചില്ല. അങ്ങനെ അവസാനത്തെ ടെസ്റ്റ് ആരംഭിക്കുന്നു. നിങ്ങളുടെ കോമ്പാക്ട് സ്കിൽ എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ അവസാനത്തെ ടെസ്റ്റ് നടത്തുന്നത്. നിങ്ങളിൽ നിന്നും 2 പേർ മുന്നോട്ട് വന്ന് പരസ്പരം പോരാടണം.
അതിലെ ഒരാൾ തോറ്റെന്ന് സമ്മതിക്കുകയോ അല്ലെങ്കിൽ എതിർവശത്ത് നിൽക്കുന്നയാൾ അയാളെ അടിച്ച് തോൽപ്പിക്കുകയോ ചെയ്താൽ അവർക്കിതിൽ വിജയിക്കാം. പരിക്ക് പറ്റിയവരെ റിക്കവറി മാജിക് ഉപയോഗിച്ച് റിക്കവർ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. എന്ത് അവസാനത്തെ ടെസ്റ്റോ? തുടക്കത്തിൽ തന്നെ ഞാൻ വളരെയധികം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുക. ഇനി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരുത്തിനെ കിട്ടിയാൽ മാത്രമേ എന്റെ കഴിവെന്താണെന്ന് ഇവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റൂ. അങ്ങനെയുള്ള ഒരാളെ എന്റെ കൂടെ ഫൈറ്റ് ചെയ്യോ എന്ന് പറഞ്ഞ് ചിന്തിച്ചു നിൽക്കുവാണ് ആസ്ത. ഹേയ്, നിനക്ക് വിരോധമില്ലെങ്കിൽ എന്റെ ഓപ്പോണന്റ് ആവാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് സാക്കെ അങ്ങോട്ട് വരുന്നു. ഡേയ്, എന്നെ പോലെ ഒരുത്തനെ വളരെ സിമ്പിൾ ആയിട്ട് തോൽപ്പിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടല്ലേ നീ എന്നെ വിളിക്കുന്നേ? അതെ, പിന്നെ വേറെന്തിനാ? ഡേയ്, നീ ശരിക്കും ഒരു നല്ലവനാടാ. സോ ഫസ്റ്റ് ആയിട്ട് അവർ രണ്ടുപേരുമാണ് ബാറ്റിൽ ചെയ്യുന്നത്. നോക്ക്, നമ്മൾ രണ്ടുപേരും ഒരേ കാര്യത്തിന് വേണ്ടിയിട്ടാണ് പോരാടുന്നത്. ന്യായമായിട്ടുള്ള ഫൈറ്റ് ആണെങ്കിൽ തന്നെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഞ്ച് ചെയ്യാൻ പാടില്ല. നിന്റെ ഈ അഭിനയം ഒന്ന് നിർത്തിവെച്ചിട്ട് റിയാലിറ്റി എന്താണെന്ന് നോക്ക്. നീ വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരുത്തനാണ്. നിന്നെ കൊണ്ടൊന്നും ഇതിൽ വിജയിക്കാൻ സാധിക്കില്ല. നീ എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ ഫൈറ്റ് ചെയ്യാമെന്ന് പറഞ്ഞതിൽ ഒരുപാടധികം നന്ദിയുണ്ട്. ഞാനിതിൽ വിജയിച്ച് ആ ഗാങ്ങിൽ പോയി ചേർന്ന് കഴിഞ്ഞാൽ എന്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ നേടിയെടുക്കും. ഈ ഗെയിം അവസാനിച്ചതിന് ശേഷം നീ ഏത് വേസ്റ്റ് ബിന്നിൽ നിന്നാണോ വന്നേ അതിലോട്ട് തന്നെ പോ. ശരി, തുടങ്ങാം. പഞ്ച് ചെയ്യാൻ പാടില്ലെന്നല്ലേ എന്നോട് പറഞ്ഞേ? പരസ്പരം പഞ്ച് ചെയ്യാതെ നിന്നെ എങ്ങനെ അറ്റാക്ക് ചെയ്യണമെന്ന് എനിക്ക് അറിയാമടാ എന്ന് പറഞ്ഞ അവൻ അവന്റെ മാന്ത്രിക ശക്തി ഉപയോഗിക്കുന്നു. സെക്കൻഡ് മാഗ്നം കാനംബോൾ. ഈ മാജിക് എന്നെ പ്രൊട്ടക്ട് ചെയ്യും. എന്നെ അറ്റാക്ക് ചെയ്യുന്നവരെ തിരിച്ച് അറ്റാക്ക് ചെയ്യും. എനിക്കും അത് തന്നെയാണ് വേണ്ടത്. എന്റെ സ്കിൽസ് എന്താണെന്ന് ഈ ഡിഫൻസ് കാരണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. പിന്നീട് നിങ്ങളിൽ ഏതെങ്കിലും ഒരു വലിയ ക്യാപ്റ്റൻ എന്നെ സെലക്ട് ചെയ്യും. അതിനു മുൻപ് ഈ കോമാളിയെ ഞാൻ തോൽപ്പിക്കണം. ശരി, ഞാൻ ആരാണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. സോ ഒറ്റയടിക്ക് അവന്റെ കാര്യത്തിലൊരു തീരുമാനമായത് കണ്ട് എല്ലാവരും ഞെട്ടുന്നു. നീ ചിന്തിക്കുന്ന പോലെ ഒന്നും എന്നെ കൊണ്ട് ചിന്തിക്കാൻ സാധിക്കില്ല. ഈ ഫൈറ്റ് ഫെയർ ആയിട്ട് നടത്തണമെന്ന് പറഞ്ഞത് ഇതിനു വേണ്ടിട്ടാ. എന്നാൽ നീ ആഗ്രഹിച്ചത് വേറെയാണ്. നിന്നെ കളിയന്റെ ആഗ്രഹം വളരെയധികം വലുതാണ്. ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് വിസഡ് കിങ് ആവാൻ വേണ്ടിയിട്ടാണ്.